അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തിക ബാധ്യതകളായ ജോലി ഇല്ലാത്തവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. ഈശോയെ, അവരെ സ്പർശിക്കണേ കർത്താവെ.
അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സും മടുത്ത് തളർന്നിരിക്കണം ഈശോയെ. അവരെല്ലാം നിന്റെ തിനൂറുപാടുന്ന അണിപ്രതാർന്ന് വലത് കരത്താൻ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടിയ കാറ്റടിക്കണമേ കർത്താവേ. കാറ്റ് അങ്ങയുടെ ആത്മീയ കാറ്റാൽ അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ധൈര്യത്തിൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ആവശിക്കണമേ. അടിപ്പിണ പോലെ വൈതാഖലം ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം മരിച്ചിട്ടുള്ള ആൾക്കാരെ, വിശ്വാസം മൃതപ്രായമായ അവസ്ഥകളിലെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ യാത്ര, നിൻ്റെ സംസാരം, നിൻ്റെ സംഭാഷണം, നീ കൈ കൊടുക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, സംസാരിക്കുന്ന വാക്കുകൾ ഈശോ ഏറ്റെടുത്ത് ആശീർവദിച്ച് നിനക്ക് നൽകുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ ഒരു സത്യം, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ എന്നെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അനുതാപത്തിൻ്റെ മേഖലകളെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് സുവിശേഷം മുന്നേറുന്നത്. അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. ചങ്ങല കൊണ്ട് അപ്പൊ ഒരെണ്ണത്തിന് ഒരു ചങ്ങല കൊണ്ടും ബന്ധിക്കാൻ പറ്റത്തില്ല. ചങ്ങലകൾ പലതുണ്ടല്ല. ഇപ്പം ചിലർ പറയും അപ്പനവനെ അനുസരിക്കും, അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല. എടാ ഞാൻ പറയണില്ല, അപ്പൻ വരട്ടെ, അപ്പനോട് പറയാം. അപ്പനൊരു ചങ്ങലയാണ്, പക്ഷേ ചിലപ്പോൾ അപ്പനെ അനുസരിക്കത്തില്ല. അപ്പം അവരൊരു കൂട്ടുകാരനുണ്ട്, അവനോട് പറഞ്ഞാൽ അവൻ പറഞ്ഞാൽ കേൾക്കും, ചിലപ്പോൾ കൂട്ടുകാരനെയും കേൾക്കത്തില്ല. അപ്പം അങ്ങനെ ആർക്കും ബന്ധിക്കാൻ, ആർക്കും അവനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ, അവന് മനുഷ്യത്വത്തിലേക്കും സ്നേഹത്തിലേക്കും കൊണ്ടുവരാൻ നോർമലാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ അനേകം ലഘുവരുമായിട്ട് അവൻ മുന്നേറുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തിയത് നമ്മൾ ആന്തരിക സൗഖ്യം എന്ന് പറയുകയും ചെയ്യും. തന്നെത്താൻ ഉണ്ടാക്കുന്ന മുറിവുകളാണ്. പല വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം പ്രോബ്ലം പുറത്തല്ല, പ്രോബ്ലം അകത്താണെന്ന്. പ്രോബ്ലമാറ്റിക് പേഴ്സൺസ് എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ആൾക്കത് പ്രോബ്ലമായിട്ട് തോന്നത്തില്ല. അപ്പം ചെറുക്ക് ഡോർമെൻ്റ് പ്രോബ്ലക്കാരുണ്ടാവും, നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട്, പക്ഷേ പുറത്ത് കാണുന്നില്ല. പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈശോക്ക് ഒന്ന് രണ്ട് പേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി ആകെ വലിയ അകത്തുണ്ട്, ഒരു കാലത്തും പുറത്ത് രാത്രിപ്പോലും ഇത് പുറത്ത് വരത്തില്ല. നാഗവല്യ അകത്തുണ്ട്, പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു, ഇത് പുറത്ത് വരത്തില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി. ആരെയാണ്? ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ. ഈശോ പറഞ്ഞു നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, സമറിയ വഴിയാണ് പോണത്. അവർ ജോണും യാക്കോബും യോഹന്നാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടമുണ്ടാക്കാൻ പറയും. അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവല്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണ്, പുറത്ത് കാണുന്നില്ല. അപ്പോസ്തലന്മാർ പിശാച് ബാധിതരാണെന്ന് ഞാൻ പറയുകയല്ല. എൻ്റെ പേര് എൻ്റെ അടുത്ത് കുതിര കയറാൻ പറ്റരുത് നിങ്ങൾ. ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർ വൈ ആരിലുണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അത് ഇൻക്ലൂഡിങ് മൈ സെൽഫ്. എനിക്കെന്താ പ്രത്യേകത? സുവിശേഷം അന്വേഷിക്കുന്ന, സുവിശേഷത്തിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കാൻ നമ്മൾ എന്നും ഒരു വിനയാനെതിരായ അന്വേഷകൻ. അതിൻ്റെ അപ്പുറത്ത് എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മൾ ദൈവ സാന്നിധ്യത്തിലാണെന്നുള്ളൊരു ബോധ്യം, അമ്മയുടെ മുമ്പിലാണ്, അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിലിരിക്കുക, സന്തോഷമായിരിക്കുക. ആ ബോധ്യം എങ്ങനെയാണ്? ബോധ്യമുള്ളവർ സന്തോഷമായിരിക്കും, ബോധ്യമില്ലാത്തവരാണ് സങ്കടത്തിലിരിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ സ്പീച്ചിൻ്റെ മുമ്പ് അത് പറയാറുണ്ട്. എപ്പോഴും സന്തോഷമായിരിക്കുക, അത് കൽപ്പനയാണ് ദൈവത്തിൻ്റെ. ഇല്ലാതെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടില്ല. അതെങ്ങനെ സന്തോഷമായിരിക്കുമെന്ന് പറഞ്ഞാൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ്. എൻ്റെ പ്രശ്നം, എന്നെക്കുറിച്ചുള്ള കരുതലും, അത് ഏറ്റവും കൂടുതൽ എന്നെക്കാളും എൻ്റെ അമ്മയെക്കാളും എൻ്റെ പ്രിയപ്പെട്ടവരെക്കാളും ആരെക്കാളും കൂടുതൽ എൻ്റെ ദൈവത്തിനുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമാണ്, ആരെക്കാളും. ഒരു ബോധ്യം വേണം. പിന്നെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം വേണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അറിയാതെ ഒന്നും നടക്കില്ല. എല്ലാം എൻ്റെ ദൈവത്തിന് അറിയാം. എൻ്റെ ദൈവത്തെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അത് സന്തോഷിക്കേണ്ട കാര്യമാണ്. എനിക്ക് പ്രതികൂലമായിട്ട് തോന്നിയിട്ടുള്ള എല്ലാം ഞാൻ സന്തോഷിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് നന്മയ്ക്കായി മാറ്റും. സ്നേഹിക്കുന്നവർക്കെല്ലാം ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും. ദൈവം സ്നേഹിക്കേണ്ടത് നിങ്ങളും സ്നേഹിച്ചാൽ മതി. നമ്മൾ ഉടമ്പടിയിലാണ്, ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുക. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവത്തിലിരുന്ന് അകന്നിരുന്ന നമ്മ ദൈവത്തിൻ്റെ സ്വന്തം ആകാൻ വന്നിരിക്കുക. യാക്കോബ് 4:8 പറയുന്നത്, നീ ദൈവത്തിലേക്ക് അടുത്താൽ ദൈവം നിന്നോടടുക്കും. ദൈവത്തിലേക്ക് അടുക്കുന്നതാണ് ഉടമ്പടി. അത് ഉടമ്പടി ഒരു ജീവിതമാണ്. ഇല്ലാതെ നമ്മളൊരു 5-6 കാര്യം നടക്കാൻ വേണ്ടിയിട്ടില്ല. അതിലേക്ക് തുടങ്ങി ആ അനുഭവം പ്രാപിച്ച് നമ്മൾ ഉടമ്പടിയായിട്ട് ജീവിക്കുക. ഉടമ്പടിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമുക്കായി ദൈവം തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ 8580ഓളം വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. അതെല്ലാം നമുക്ക് നിറവേറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ചോദിക്കേണ്ട കാര്യമില്ല. മത്തായി 6:8 ദൈവം പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ ചോദിക്കുന്നതിന് മുമ്പേ എനിക്കറിയാം. നീ ദൈവത്തെ അന്വേഷിച്ചാൽ മതി. ദൈവത്തിൻ്റെ തിരുമനസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിനക്ക് അതിൻ്റെ കൂടെ നൽകപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ചിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസരം ഇവിടത്തേക്ക് എത്തിച്ചത്, ദൈവം അവസരം നൽകിയത്, ഞാനിവിടെ എത്താൻ ഇടയായത്. അത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ വന്നെങ്കിലും, വെറുതെ വന്ന് നോക്കിയിട്ട് പോകാം, ഉടമ്പടി ചെയ്തു നോക്കാമെന്നൊക്കെ വന്നാലും അതിലെല്ലാം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വിളിയുണ്ട് ദൈവത്തിൻ്റെ. അതെനിക്ക് കൃത്യമായിട്ട് അമ്മയെക്കുറിച്ച് അറിയാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന പ്രതികൂലം, ചിലപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, ഇതിൽ പലവരും ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ടും ഉടമ്പടി എടുത്തിട്ടും ഒരു കാര്യം നടന്ന് ബാക്കി നടന്നില്ലല്ലോ. എന്നോട് ചോദിച്ചാൽ ഒന്നും നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതിലെല്ലാം എന്താണെന്നാൽ എനിക്ക് അമ്മയെ കൃത്യമായിട്ടറിയാം. 2013 ഞാനും ജോസഫ് അച്ഛനും കൂടി, എനിക്ക് ചെറുപ്പം തൊട്ടേ വലിയ ആഗ്രഹമാണ് ലൂർദിൽ പോകണമെന്ന്. ലൂർദ് പോയി പ്രാർത്ഥിക്കണം, അവിടെ മാതാവിൻ്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. ഞാനും അച്ഛനും കൂടി പ്ലാൻ ചെയ്ത് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് എല്ലാവരോടും പറഞ്ഞ് ലൂർദിൽ പോയാണ്, പാരീസ് പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ പോകാമെന്നൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാവരോടും പറഞ്ഞ് റെഡിയായിരുന്ന് പാക്കിങ് എല്ലാം ചെയ്ത്. പക്ഷേ പാസ്പോർട്ട് വിസ വന്നപ്പോഴത്തേക്ക് റിജക്റ്റായി വന്ന, വിസ കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ രണ്ടുപേർക്കും കിട്ടിയില്ല. എന്നിട്ട് ആ ദിവസം, അപ്പോൾ ലൂർദിൽ പോകാമെന്ന് പറഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി വേളാങ്കണ്ണി പോയി.
മനസ്സിൽ വിഷമമുണ്ട്. ഈ സമയത്ത് ലൂർദിൽ ഉണ്ടാകേണ്ടിയായിരുന്നെന്നൊക്കെ എനിക്ക് തോന്നി. വിഷമം കൊണ്ട് അച്ഛനോട് ഞാൻ സംസാരിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛോ നമ്മളെ കൃപാസനവും ലൂർദ് പോലെ ആകും എന്ന് ഞാൻ പറഞ്ഞായിരുന്നത്. അതിപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ മുമ്പിൽ അമ്മ എന്ത് പറഞ്ഞാലും അമ്മ അത് സംഹരിക്കും. അമ്മയ്ക്ക് അന്നേ ആ സ്വഭാവമുണ്ട്. ലൂക്ക 2:19 2:51 അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ മിണ്ടാതെ അത് കേട്ട് ഹൃദയത്തിൽ സംഹരിക്കും. അത് ലൂർദ് പോലെ, ലൂർദിനേക്കാളും ഇന്ന് അടയാളങ്ങൾ അമ്മ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അത് മാത്രമല്ല, അന്ന് ഞാൻ ലൂർദിൽ പോകണമെന്ന് പറഞ്ഞ ഒരു ആഗ്രഹം പറഞ്ഞു വെച്ചത്, അന്ന് പോയെച്ചെങ്കിൽ വെറുതെ 10 പേര് പോയ ഇതുപോലെ 11ാമത്തത് ഞങ്ങൾ 2 പേരും പോയിട്ട് വരുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അമ്മ ഒരുക്കി തന്ന് ലൂർദിൻ്റെ അകത്ത് തന്നെ, ലൂർദ് പള്ളിയിൽ തന്നെ, ഗ്രോട്ടയിൽ തന്നെ ഞാനും ജോസഫച്ചനും അവിടെ ധ്യാനം ഒരുക്കി തന്ന്. ആ ഗ്രോട്ടോയിൽ വെച്ചാൽ ഞങ്ങൾ കുർബാനയും അച്ഛൻ കുർബാന പറഞ്ഞതും അവിടെ ജപമാല ചൊല്ലിയതും. അപ്പോൾ അത്രയ്ക്ക് അമ്മ ഒരുക്കി. അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് റോമിൽ കൂടി ഒരു ധ്യാനം. അപ്പോൾ അന്ന് ചോദിച്ചത്, അപ്പോൾ നിങ്ങൾ ചോദിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ വിഷമിക്കണ്ട, അമ്മയോട് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക. പിന്നെ ഇപ്പം തന്നെ നടക്കണമെന്ന് അതൊക്കെ അമ്മയുടെ കാര്യമാണ്, അമ്മ ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടിയിൽ നിങ്ങൾ ഉടമ്പടിയിലായിരുന്നാൽ മാത്രം മതി, ആ ജീവിതത്തിലായിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ഉടമ്പടിയിലായിട്ട് നമ്മൊരു ലോകത്തിലാണ്, ലോകത്തിലിരുന്ന് ഉടമ്പടി ജീവിതത്തിലേക്ക്, ലോക ജീവിതത്തിലിരുന്ന് ഉടമ്പടി ജീവിതത്തിലേക്ക് വരികയാണ്. ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാവണം. ഞാൻ ഒരു വർത്തമാനം പറയുമ്പോഴും ഞാൻ ഈ വർത്തമാനം പറയാവോ, ഞാൻ ദേഷ്യപ്പെടാവോ, ഞാൻ ഉടമ്പടിയിലല്ലേ എന്നൊരു ചോദ്യം ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ഉടമ്പടിയിലാകാൻ എപ്പോഴും ഞാൻ അനുതാപത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ട് അടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ യാക്കോബ് 4:8 എന്താ പറയുന്നത്? നീ ദൈവമായിട്ട് അടുക്കുമ്പോൾ ദൈവം നിന്നായിട്ട് അടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നീ ദൈവമായിട്ട് അടുക്കാൻ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ അകന്നിരിക്കുന്ന പാപം വഴിയാണ് നമ്മൾ അകന്നിരിക്കുന്നത്. നമ്മൾ ദൈവമായിട്ട് അടുക്കാൻ എന്താ ചെയ്യുന്നത്? ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ ഈശോ ആദ്യം പറഞ്ഞത്, സമയമായി, നീ അനുദപിക്കുക, ദൈവരാജ്യം സമീപം ആണ്. ദൈവരാജ്യത്തിലേക്ക്, അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കാൻ, ദൈവം രാജ്യം ചെയ്യുന്നത്, ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റാൻ ആണ്. അതാണ് ദൈവരാജ്യം. ദൈവത്തിൻ്റെ കൺട്രോളായിരിക്കും അമ്മ. ആ രാജ്യം, ദൈവമാണ് രാജ്യം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് അനുതാപത്തിലാണ് ഞാൻ അങ്ങോട്ട് കയറുന്നത്. എപ്പോഴും അനുദപിക്കുക. അനുദപിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോസ്തല പ്രവർത്തകൻ 26:20. അത് തെളിവോടെയാണ് അനുദപിക്കേണ്ടത്. മനസ്സിൽ അനുദപിച്ചിട്ട് കാര്യമില്ല, അതിലൊരു തെളിവ് വേണം. ഞാൻ അനുദപിച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ക്ഷമ പറയണം, പ്രവൃത്തിയിൽ കാണിക്കണം. നമ്മൾ 4 പേർക്ക് ദൈവത്തിൻ്റെ ജോലി ഒന്നും കൂടി തീഷ്ണതയോടെ ചെയ്യാം. ഈ പത്രം കൊടുക്കുന്നതെല്ലാം, ദൈവവചനം കൈമാറുന്നതെല്ലാം ഇത് അനുതാപത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ പാപത്തിലിരുന്ന് ഞാൻ മാറിയിരിക്കുകയാണ്, ഞാൻ അനുദപിച്ചിരിക്കുക, ദൈവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഉടമ്പടി എടുക്കുന്നവർ വെറുതെ നിങ്ങളുടെ ലക്ഷ്യം ഈ 6 നിയോഗം നടക്കാനുള്ളതില്ല, ഞാൻ ജീവിക്കുകയാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ, ഈ ലോകം ചിന്തിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഒരാൾ കടം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ കയ്യിൽ അത്യാവശ്യം കാശ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൊടുക്കണം. ലോകം ചിന്തിക്കുന്ന പോലെയല്ല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ഈ ലോകത്തിലില്ല, ഞാൻ ഉടമ്പടിയിലാണ്, ദൈവത്തിൻ്റെ ലോകത്താണ്. അസൂയൊന്നും എനിക്ക് പാടില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ ഈ ലോകത്തിൽ ചിലപ്പോൾ ഇതിനേക്കാളും വലിയതാണ്ടാവും. പക്ഷേ എനിക്ക് അതിനെല്ലാം കമ്പയർ ചെയ്യേണ്ടത്, എനിക്ക് നിധിയായിട്ട് എൻ്റെ ദൈവമുണ്ട്. അവിടെ ഇല്ലാത്തത് ഇവിടെ ഉണ്ട്. ഞാൻ ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്. ലോകം ചിന്തിക്കുന്നത് ഒരാൾ ചീത്ത വിളിച്ചാൽ തിരിച്ച് പറയണം, ഒരാൾ അവമാനിച്ചാൽ അയാളെക്കുറിച്ച് കുറ്റം പറയണം. പക്ഷേ നമുക്ക് ഇത് അനുവാദം ഇല്ല, അത് മനസ്സിലാക്കണം. ദൈവം
വചനം നിങ്ങൾ കൈമാറുന്നതല്ലേ. ദൈവം എവിടെയും പറഞ്ഞിട്ടില്ല ശത്രുവിന് സ്നേഹിക്കാമെന്നേ ഈശോ പറഞ്ഞിട്ടുള്ളൂ, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക, അത് തന്നെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കൊരു ചില കാര്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. അതിൽ മാർക്ക് 11-ാം അധ്യായം 24 അത് ഈശോ പറയുന്നുണ്ട്, നമുക്കെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചോദിച്ച അപ്പം ലഭിക്കണം, നീ വിശ്വസിക്കുക. ഈശോ അതാ പറയണത് മാർക്ക് 11:24, നീ വിശ്വസിക്കുക, നീ ചോദിക്കുമ്പോൾ തന്നെ അത് ലഭിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കുക. പക്ഷെ അതിൻ്റെ കൂടെ ഈശോ എന്ന് പറയേണ്ടത് 11:25 അടുത്ത വചനം, നിനക്കാരെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചിട്ട് നീ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പ്രത്യേകം എടുത്ത് അതിൻ്റെ കൂടെ പറയേണ്ടത്. നമ്മളുടെയൊക്കെ പ്രശ്നം, നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ ദൈവാനുഭവം കിട്ടാൻ നമ്മൾ ബോധപൂർവം എല്ലാം ചെയ്യും, കാരുണ്യപ്രവൃത്തി ചെയ്യും, പത്രം കൊടുക്കും, കുർബാന കൂടും, ബൈബിൾ വായിക്കും, എല്ലാം ചെയ്യും, പക്ഷെ ക്ഷമിക്കില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സുകൊണ്ട് പറയും ക്ഷമിച്ചെന്ന്, ചിലപ്പോൾ അവരോട് പറയുകയും ചെയ്യും ക്ഷമിച്ചെന്ന്, പക്ഷെ അത് ഹൃദയത്തിൽ എങ്ങനെ ഒരു മുറിവായിട്ട് സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് 4:3 പറയേണ്ടത്, നീ ചോദിക്കുന്നത് ലഭിക്കാത്തത് നിന്നിൽ ആ ചോദിക്കുന്നതിൽ തിന്മയുണ്ടെന്നാണ് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്നാ, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഈ ക്ഷമിക്കാതെ ഇരിക്കുമ്പോൾ അത് വെറുപ്പാണ്, വിദ്വേഷമാണ്. വിദ്വേഷം അഹങ്കാരം കൊണ്ടാണ് ഈ വിദ്വേഷം ഉണ്ടാകുന്നത്. അഹങ്കാരമുണ്ട് എന്നോട് ചെയ്തല്ലോ, അഹങ്കാരം. അപ്പോൾ ഈ വിദ്വേഷം വരുമ്പോൾ ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് ഈ വിദ്വേഷം ആണ് ക്ഷമിക്കാൻ പറ്റാത്തത്. അത് അഹങ്കാരം കൊണ്ടാണ് ക്ഷമിക്കാൻ പറ്റാത്തത്. ഞാൻ എന്നോട് ചെയ്തു പോയല്ലോ എന്ന് പറയുമ്പോൾ ക്ഷമിക്കില്ല. അപ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾക്ക്, ദൈവത്തിൻ്റെ സ്വന്തം, നീ അനുദപിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി അകത്തേക്ക് വരെയാണ്. അപ്പോൾ അനുഗ്രഹം ദൈവം അയക്കുന്നത് അത് ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അനുഗ്രഹം കിടപ്പുണ്ട്, കൈയെത്തുന്ന ദൂരത്തുണ്ട്, പക്ഷെ നിന്നിലേക്ക് എത്തില്ല. നിനക്ക് കൈ എത്തുന്ന ദൂരത്തുണ്ടെങ്കിൽ നിനക്ക് കൈ പൊക്കി അത് എടുക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്നാ, എനിക്കൊരു ഈ ലൂർദി പോണതിന് മുമ്പ് ഒരു 3-4 ആഴ്ച മുമ്പ്, ഒരു മാസത്തിൻ്റെ അകത്താണ്, എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ കേസാണ്. ഞാൻ ഫുഡ് സപ്ലൈ ആണ് ഒരു PFA കേസ്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയില്ല, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷേ അത് വലിയ കേസ്. അത് ബെയിലൊക്കെ എടുക്കേണ്ടി വന്ന് ഒരു 6-7 കൊല്ലമായിട്ട് കോടതിയിൽ കേസ് നടക്കുക. ഇങ്ങനെ നീണ്ടു പോവുക. വക്കീലിനും കാശ് കൊടുത്ത് കേസ്, അത് റിസ്ക്കാണ്. അതിൽ എങ്ങനെ വേണമെങ്കിൽ വരാം. 50% ചാൻസാണ്. വക്കീൽ പറഞ്ഞ് എല്ലാവരും ലോവർ കോടതിയിൽ അത് ശിക്ഷിക്കും, ഹൈക്കോടതിയിൽ ഇരുന്ന് അപ്പീൽ പോകണം, അങ്ങനെ പറഞ്ഞിരിക്കണം. അപ്പോൾ അത് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ കേസ് ഇന്ന് വിചാരണയ്ക്ക് വെച്ചിരിക്കുകയാണ്. പക്ഷേ കേസ് തീരണ സമയമായി. ലാസ്റ്റ് വിചാരണ, ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വക്കീൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ദിവസം കേസിൻ്റെ ദിവസമാണ്. അതൊരു ബുധനാഴ്ചയായിരുന്നു. കേസിൻ്റെ ദിവസമാണ്. അപ്പോൾ വക്കീൽ കാലത്തെ പറഞ്ഞ്, ഇതിപ്പോൾ നമ്മുടെ കേസിന് ഞാൻ കേരയാണെന്ന് പറഞ്ഞു. അപ്പോൾ കേരയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒരു കൊന്ത ചൊല്ലി, അത്രേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ടാവും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മോൻ്റെ ഫോൺ വന്ന് എനിക്ക്. അവൻ കോളേജിൽ പോകുന്ന കാറായിട്ടാണ് പോകുന്നത് കോളേജിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ പറഞ്ഞ്, ഇപ്പോൾ ബ്രേക്കാണ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴത്തേക്കും ബാക്കിൽ വന്നിട്ട് ഞാൻ നിർത്തിയിരുന്ന വണ്ടിയിൽ ബാക്കിലിരുന്നിട്ട് ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് അവന്മാരിടിച്ച്
ഞാൻ പോലീസിൽ പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുക, അവരുടെ ഇരുന്ന് എത്ര കാശ് വാങ്ങിക്കണം, ഇല്ല എന്ത് അത് കേസാക്കണമെന്ന്. ഞാൻ എടുത്ത വായിക്ക് പറഞ്ഞ് ക്ഷമിച്ചു കളയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരറിയാതെ കൊണ്ടുപോയി മുട്ടിച്ചതല്ലേ, ക്ഷമിക്കെന്ന് പറഞ്ഞു. പറഞ്ഞാലും ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. ക്ഷമിച്ചെന്ന് അവിടെ പറഞ്ഞപ്പോൾ ഇത് ചിലപ്പോൾ 9 കൊല്ലം ഈ ഒരു ചെറിയ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും, ഇന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇത് ഞാൻ പറഞ്ഞ് ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് വക്കീൽ പറഞ്ഞ് നമ്മളെ കേസ് ഇന്ന് വിചാരണ ആക്കി, ഇന്ന് വിധി വന്ന് കേസ് വെറുതെ വിട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കപ്പെടും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ഈ തടസ്സം അവിടെ നീങ്ങിയ, ഞാൻ ഇത്രയും കൊല്ലമായിട്ട് ഈ പ്രശ്നം തീർന്നില്ല, നിസ്സാരമായിട്ട് തീരേണ്ടിയാണ്, ഒന്നില്ലെങ്കിൽ ഹൈക്കോടതിയെങ്കിലും പോയി തീരണം, പക്ഷേ ഇവിടെ തീർന്നാലേ അവിടെ പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പെൻഡിങ് വയ്ക്കുക. ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തടസ്സം മാറും. നമ്മുടെ ജീവിതത്തിലെല്ലാം പലതും നമ്മളെ തന്നെ ഒന്ന് നിങ്ങൾ എക്സാമിൻ ചെയ്ത് നോക്ക്. ഞാൻ എത്ര പേരെ ക്ഷമിക്കാറുണ്ട്? ഞാൻ എല്ലാവരെയും ക്ഷമിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ, സംസാരിക്കേണ്ടല്ലോ, മുഖത്ത് നോക്കി എല്ലാവരോടും സംസാരിക്കേണ്ടല്ലോ, അതൊക്കെ തോന്നും. നോ. പക്ഷേ ഹൃദയത്തിൽ എവിടെയോ മുറിവ് നീ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ സാധിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണമെങ്കിൽ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. സാധിക്കുക? പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞ പോലെ ശത്രുവിനെ സ്നേഹിക്കുക, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവനെ ശപിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അത് വായിച്ചൊക്കെ എടുക്കാൻ സുഖമാണ്. പക്ഷേ അത് സാധിക്കുക? നമുക്കെങ്ങനെയാണ് കൃപ ലഭിക്കണം? ഇത് ക്ഷമിക്കണമെങ്കിൽ കൃപ വേണം. പ്രൈസ് ദി ലോർഡ്. കൃപ എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? എഫേസ്യർ 2:8 അത് സൗജന്യ ദാനമാണ്. ഈശോ വഴിയാണ് കൃപ ഈ ലോകത്തേക്ക് വന്നത്. പക്ഷേ ആ കൃപ നമ്മളിലേക്ക് വന്നെങ്കിൽ, നമ്മളിൽ നിറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ആദ്യം ഈ കൃപ എന്താണ്? നമ്മൾ ബൈബിൾ വായിക്കുന്ന കൊണ്ടില്ല നമുക്ക് കൃപ കിട്ടുന്നത്. കൃപ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. കുർബാനയ്ക്ക് പോകുന്നത് കൊണ്ടില്ല കൃപ കിട്ടുന്നത്. കൃപ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദിവസം കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നത്. ജപമാല ചൊല്ലുന്നത് കൊണ്ടില്ല കൃപ കിട്ടുന്നത്. കൃപ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജപമാല ചൊല്ലുന്നത്. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ടില്ല കൃപ കിട്ടുന്നത്. കൃപ ഉള്ളത് കൊണ്ടാണ് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നത്. തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃപ കിട്ടും. ഇല്ല, കൃപ ഉള്ളത് കൊണ്ടാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ. പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിനക്ക് കൃപയുടെ കുറവുണ്ട്. ക്ഷമിച്ചത് കൊണ്ടില്ല കൃപ കിട്ടുന്നത്. കൃപ ഉള്ളത് കൊണ്ടാണ് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നിനക്ക് ഇത് കൃപയുടെ ജീവിതമാണ്. നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തേക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഇതാണ് എൻ്റെ രാജ്യം, എൻ്റെ മക്കൾ, ഇങ്ങനെയാണ് എൻ്റെ മക്കൾ ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ആഗ്രഹം തോന്നിക്കണം, എനിക്കും ഈ ജീവിതം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉടമ്പടി ജീവിതം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം അമ്മമാതാവ് ഈ ഉടമ്പടി തന്നത്. പക്ഷെ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നരുത് ഒരിക്കലും ഈ ജീവിതം ജീവിക്കരുത്. നമ്മളെ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഞാൻ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്? ദൈവം എനിക്ക് തന്ന നിയോഗം ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാണ്. ദൈവം പറഞ്ഞിട്ടുള്ള ജീവിതം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ ആകർഷിക്കണം, ഈ ജീവിതത്തിലേക്ക് ഞാനും കൂടി വരണമെന്ന്. അതിനാണ് ഉടമ്പടി ജീവിതം. ഞാൻ ജീവിക്കുന്ന ജീവിതം അതാണ്. ഞാൻ ഭർത്താവിനോട് പെരുമാറുന്നത്, ഭർത്താവ് ഭാര്യയോട് പെരുമാറുന്നത്, മക്കളോട് നമ്മ പെരുമാറുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ഞാൻ ദേഷ്യപ്പെടുന്നുണ്ടോ, ഞാൻ പ്രതികരിക്കുന്നുണ്ടോ, ഞാൻ മറ്റുള്ളവരെ ഇവിടെ ദയ തോന്നിക്കുന്നുണ്ടോ എനിക്ക്? അപ്പോൾ ഇത് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ആഗ്രഹം തോന്നിക്കണം, ഇതുപോലെ നിന്നിൽ നല്ല മാറ്റം കാണുന്നുണ്ടല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയണം, ഞാൻ ഉടമ്പടിയിലാണ്, അമ്മ മാതാവ് വഴി ഞാൻ ഉടമ്പടിയിൽ ആണ്. ആ വ്യത്യാസം തോന്നിച്ചു കഴിഞ്ഞാൽ നീ കൃപയിൽ നിറഞ്ഞിരിക്കാം. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം
ക്ഷമിക്കണം. ക്ഷമിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക്? പിന്നെ നീ ചോദിക്കേണ്ട കാര്യമില്ല. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ആ സമയത്ത് കിട്ടിക്കോളും. അത് കിട്ടിക്കോളും. നീ ചോദിക്കേണ്ട കാര്യമില്ല. നീ ജീവിച്ചാൽ മാത്രം മതി. ഉടമ്പടിയിലാണ് ആ ജീവിതം എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിച്ചു പോയാൽ മാത്രം മതി. എങ്ങനെയാണ് കൃപ നിറയുന്നത്? ദൈവത്തിൻ്റെ ശക്തിയാണ് അത് കൃപ നിറയുന്നത്. അത് 2 കൊരിന്ത്യർ 12:9-10 നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി നിൻ്റെ മുകളിൽ എൻ്റെ ശക്തി നിനക്ക് ലഭിക്കുക. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി അധികമായിരിക്കും, കൂടുതലായിരിക്കും നിനക്ക് കിട്ടുന്നത്. കൂടുതൽ ശക്തി കിട്ടും. അപ്പോൾ നമ്മളുടെ ബലഹീനത അതാണ് നമുക്ക് റോ മെറ്റീരിയൽ. നമ്മളെ ബലഹീനത നമ്മളെ രോഗമാകാം, നമുക്ക് വിഷമങ്ങളാകാം, നമ്മളെ ദാരിദ്ര്യമാകാം, കടബാധ്യത, അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത സാഹചര്യമാണ് നിൻ്റെ ബലഹീനത. പ്രൈസ് ദി ലോർഡ്. ഭർത്താവിൻ്റെ മദ്യപാനമാകാം, അതെല്ലാം നിൻ്റെ ബലഹീനതയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് സന്തോഷിക്കേണ്ട കാര്യമാണ്. ആ വഴി മാത്രമേ നിനക്ക് കൃപ ലഭിക്കുകയുള്ളൂ. നിൻ്റെ ബലഹീനതയിൽ നീ എന്ത് ചെയ്യുമ്പോഴാണ് നിനക്ക് കൃപ ലഭിക്കുന്നത്? കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നത്. അമ്മയ്ക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ലൂക്ക 1:38 അമ്മ പറയും. അമ്മ എന്താ പറയണേ? ഇതാ നിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. എന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. വചനം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, അത് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ കൃപ നിറഞ്ഞവളായി അമ്മ. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ നിറഞ്ഞവൾ അമ്മ അങ്ങനെയായത്. ഗബ്രിയേൽ മാലാഖ പറയുന്നത് അമ്മയുടെ മനസ്സിതാണ്, എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ ബലഹീനതയിൽ നമുക്ക് പ്രതികൂലം സംഭവിക്കുമ്പോൾ എല്ലാം നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? നമ്മളെ ചിന്ത എന്തായിരിക്കണം? നമ്മളെ പ്രാർത്ഥന എന്തായിരിക്കണം? ഈശോയെ, എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഉടമ്പടിയിലാകുമ്പോൾ ഇത് നിങ്ങൾ ഒരു ഫോർമുലയായിട്ട് വെച്ചോ. അതുപോലെ തന്നെ ഈശോയെ നോക്കിക്കോ. ലൂക്ക 22:42-43 ഈശോ പറയും, ഈ പാനപാത്രം എന്നിലിരുന്ന് മാറ്റിക്കളയണേ. പിന്നെ അപ്പം തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം. ഈശോന് പറ്റും, പിതാവിന് പറ്റും. പക്ഷേ ഈശോ പറയുന്നത് അടുത്ത വാചകം എന്താണ്? പക്ഷേ എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. നിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും ലൂക്ക 22:43 മാലാഖ വന്ന് ഈശോനെ ശക്തിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവകാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് നമ്മൾ ഒപ്പോസ് ചെയ്യുമ്പോഴാണ്, നമ്മൾ തടസ്സപ്പെടുത്തുമ്പോഴാണ്. കൃപ ദൈവം തരാനാണ് നമ്മുടെ ജീവിതത്തിൽ ബലഹീനത തരുന്നത്. അത് നമ്മൾ റിജക്റ്റ് ചെയ്യും. എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടത്തിനെതിരെ നടക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ഉടമ്പടി ശരിയായില്ല, ഞാൻ ഉടമ്പടി ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടെന്നൊക്കെ പിശാചി നമുക്ക് തോന്നിപ്പിക്കും. പക്ഷെ അത് ദൈവം നമ്മളെ കൃപയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ, 2 കാര്യം നിങ്ങൾക്ക് നടന്ന് ബാക്കി 4 കാര്യങ്ങൾ താമസിപ്പിക്കുന്നത്. ആ 4 കാര്യം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ലോറി പോയ പോലെയാണ്. അത് വലിയ കാര്യങ്ങൾ ദൈവം ജീവിതത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം അത് താമസിപ്പിക്കുന്ന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഈ എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം. അപ്പോൾ പരക്കം പാച്ചിൽ നിർത്തണം ആദ്യം. എപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അത് ശാന്തതയോടെ ഇരിക്കണം. ആ ഒരു ബോധ്യം കൂടി നിങ്ങൾക്ക് വേണം. നമ്മൾ എന്തിനാണ് ഈ കൃപ ചോദിച്ചത്? കൃപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കും. അത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇഷ്ടമില്ല, നമുക്ക് കുറേ പരാതികളുണ്ട്. എൻ്റെ ഇഷ്ടം നടന്നില്ലെന്ന് പറഞ്ഞ് പരാതിയുണ്ട്. ആ പരാതിയെല്ലാം നീ കൃപയായിട്ട് മാറ്റാൻ സാധിക്കും. ആ പരാതിയെല്ലാം പരാതി നമുക്കെപ്പോഴും വിഷമം എന്തൊക്കെ വിഷയത്തിലാണെന്ന് നോക്കിയിട്ട് അത് എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് കൃപ നിറയും. കൃപ നിറയണമെങ്കിൽ ഇനിയൊരു കാര്യം കൂടി ചെയ്യണം. നീ പരക്കം പാച്ചൽ നിർത്തണം. ഇഫട്ടോട്ടി ഈ പ്രശ്നം
എന്ന് പറഞ്ഞാൽ നീ ശാന്തതയോടെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഭവം, ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം നമുക്ക് കിട്ടുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം കിട്ടുന്ന ഉടമ്പടിയിൽ ദൈവ സാന്നിധ്യം നമുക്ക് പലവർക്കും തോന്നുന്നത്, എന്താ എനിക്ക് അനുഭവം കിട്ടാത്ത, ദൈവം സംസാരിക്കാത്ത, എന്താ എനിക്ക് ദൈവം എന്നോട് സംസാരിച്ചില്ല, ദൈവാനുഭവം എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശാന്തതയോടൊന്ന് വെയിറ്റ് ചെയ്യണം. പരക്കം പാച്ചൽ ജോലി കുറയ്ക്കണം. 10 ജോലിയാണെങ്കിൽ 10 കാര്യത്തിൽ അവിടെ ഓടി ഇവിടെ ഓടി ആ പ്രശ്നം തീർത്ത് ഈ പ്രശ്നം തീർത്ത് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ പഠിക്കണം. അത് പുറപ്പാട് 14:14 നീ ശാന്തതയോടെ ഇരിക്കുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏത് കാരണം സീറാക്ക് 2-ാം അധ്യായം 3 പറയുന്നുണ്ട്, നീ എന്ത് അവസ്ഥയിലും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക, ദൈവത്തെ വിട്ടു പോകരുത്. കുർബാനയ്ക്ക് നമ്മൾ ലേറ്റായിട്ട് പോകണ്ട, ശ്രദ്ധിക്കുക. കുർബാനയ്ക്ക് ലേറ്റായിട്ട് പോകണ്ട. അത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നെ എങ്ങനെയും അതൊന്ന് തീർത്തിട്ട് പോയാൽ മതി. 5:30 മണിക്ക് എണീച്ചാൽ പിള്ളേർക്ക് സ്കൂളിൽ പോകണം, മറ്റേ വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയും അത് തീർക്കണമെന്ന് പറഞ്ഞിട്ടൊന്ന് തീർത്തിട്ട് പോകുന്നതിലില്ല കാര്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് വായിക്കുക, സമാധാനമായിട്ടിരുന്ന് അത് മനസ്സിലാക്കി. അതിലെന്താ മനസ്സിലാക്കാനുള്ളതെന്നില്ല, ദൈവത്തിന് കുറേ കാര്യം സംസാരിക്കാനുണ്ടോ. ബൈബിൾ കയ്യിൽ വയ്ക്കുക, ബൈബിൾ എപ്പോഴും കയ്യിൽ വയ്ക്കുക, ദൈവത്തോട് സംസാരിക്കണം. ബൈബിൾ എടുത്തിട്ട് അതിനു വേണ്ടി സമയം കൊടുക്കുക. മറ്റുള്ളവരോട് നിങ്ങൾ അത് മറ്റു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. വീട്ടുകാരിക്ക് തോന്നരുത് നിങ്ങൾക്ക് ഭ്രാന്തായിപ്പോയി, ഏത് നേരവും പ്രാർത്ഥനയും ബൈബിളാണ്, അങ്ങനെയില്ല. അത് നിങ്ങൾക്ക് എന്താ തോന്നലെന്ന് വെച്ചാൽ കുറേ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് കൃപ കിട്ടുന്നു. ഇല്ല, കൃപയുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ ദൈവത്തിന് സമയം കൊടുക്കുക, ദൈവത്തിന് സമയം കൊടുത്ത് ബൈബിൾ വായിക്കുക, അതിനുള്ള സമയം കണ്ടെത്തി ബൈബിൾ വായിക്കുക. നിങ്ങളെ കടമകളെല്ലാം ചെയ്യണം. അത് ചെയ്തിട്ട് ബൈബിൾ വായിക്കുക, സമയം കൊടുക്കണം, ദൈവത്തോട് ചോദിക്കണം. എല്ലാ കാര്യവും ദൈവത്തോട് ചോദിക്കണം. ദൈവമേ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും ഞാൻ വലിയ ബിസിനസ്സാണ്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്റ്റാണ്, പെട്ടെന്ന് എനിക്ക് ഫോൺ വരും, നമ്മൾ ലോഡ് റിജക്റ്റായി എന്ന് പറയും, റിജക്റ്റായിപ്പോയി. അപ്പോൾ റിജക്റ്റായി പോയി എന്ന് പറഞ്ഞ് അത് ടെൻഷനാണ്. റിജക്റ്റായ ലക്ഷങ്ങളുടെ നഷ്ടം വരും. അപ്പോൾ ടെൻഷൻ, അതിന് എന്ത് ഇനി ആരെ വിളിക്കണം, എന്ത് ചെയ്യണം, ആരയക്കണം എന്നറിയില്ല. അപ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പറയും വേറൊരു ഫോൺ അപ്പം തന്നെ വരും, ചെക്ക് പോസ്റ്റിൽ വണ്ടി പിടിച്ചിരിക്കുക, ആ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ പെനാൽറ്റി ഇടും, പെട്ടെന്ന് അതിൻ്റെ റിപ്ലൈ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ഈ ടെൻഷൻ്റെ കൂടെ ഇതുകൂടി. അപ്പോൾ ആയിരിക്കും എൻ്റെ ഹോട്ടലിലിരുന്ന് ലോഡ്ജിലിരുന്ന് എനിക്ക് ഫോൺ വന്നത്, ഇന്ന് മീറ്റിംഗ് ആണ്, ഹാളിൽ ബുക്കിംഗ് എടുത്തിരിക്കുകയാണ്, കുക്ക് 2 പേരും അവന്മാർ റൂമിൽ കിടക്കുക, സുഖമില്ലെന്ന് പറഞ്ഞ് 2 പേരും കിടക്കുക, അതിൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് 3 പേര് കിടക്കുക എന്ന് പറയും. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടി എടുപ്പായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ടെൻഷൻ്റെ പുറത്ത് ടെൻഷനാണ്, ഇവിടെ ഫോണ്, അത് ഫോണ്, വേറെ ഫോൺ, അതില്ലാതെ തന്നെ 3-4 പ്രശ്നം ഉണ്ടാകും. ഞാൻ ചെയ്തിട്ടുള്ളത് എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാ 2 മൊബൈലുണ്ട്, 2 ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് സമാനത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇരിക്കണം. ഇരുന്നിട്ട് ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നതില്ലല്ലോ, 10 രൂപയ്ക്ക് നമ്മൾ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നില്ല, ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല, ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇത് ചൊല്ലി എല്ലാത്തിനും വലുത് ദൈവമാണ്. ഒരു കൊന്ത ചൊല്ലിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് മൊബൈൽ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ഞാനൊന്നും പ്രവർത്തിക്കാതെ തന്നെ ദൈവം യുദ്ധം ചെയ്യുന്നൊരു വാഗ്ദാനം കിടക്കുന്നുണ്ട്. നീ ശാന്തതയോടെ ഇരുന്നാൽ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ആ ലോഡ് റിജക്റ്റ് ചെയ്തതിൽ 400 ചാക്കാണ്. അപ്പോൾ അയാൾ വിളിച്ച് പറയും 2 ചാക്കിലേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ആ 2 ചാക്ക് മാറ്റി പോയിട്ട് ബാക്കിയെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഹോട്ടലിൽ എന്ത് പറയുമെന്ന് വെച്ചാൽ മീറ്റിംഗ് ഒക്കെ ഭംഗിയായിട്ട് കിടന്ന് അവന്മാരാണ് വരാത്തത്, ചൈനീസ് കുക്ക് അതെല്ലാം കൂടി സോൾവ് ചെയ്ത് വിട്ട് അത് പ്രശ്നം തീർന്നെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ചെക്ക് പോസ്റ്റിൽ 500 രൂപ വാങ്ങിച്ച് അയാൾ വണ്ടി വിട്ടെന്ന് പറയും, പ്രശ്നം തീർന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് കൈകാര്യം ചെയ്യാം, ഒന്നും സാധിക്കില്ല നമ്മളെ കൊണ്ട്. നമുക്കത് ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ അങ്ങോട്ട് പോയി പൊരുതിക്കഴിഞ്ഞാൽ എല്ലാം കൂടി സാധിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടി സാധിക്കില്ല. നീ പോയി അവിടെ പൊരുതി എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം സാധിച്ചു തന്നതാണ്. അത് ദൈവം പറഞ്ഞിരിക്കുക, നീ ശാന്തതയോടെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം, എല്ലാം ദൈവത്തോട് ചോദിക്കണം, ചോദിച്ച് എല്ലാം ചോദിക്കണം. ചോദിച്ച്
മാത്രമേ ദൈവത്തോട് ചെയ്യാവൂ. നമുക്ക് ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ, ഇതൊക്കെ പോയി ചോദിക്കണം, ചെറിയ കാര്യമൊക്കെ ചോദിക്കണം. നമ്മൾ ചോദിക്കണം ദൈവത്തോട്, ദൈവമേ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? ഒരു കുറച്ച് ദിവസം, ഒരു 10 ദിവസം പ്രാർത്ഥനയിൽ, കുർബാനയിൽ ദൈവത്തോട് പറയണം, ദൈവമേ നീ എന്നോട് സംസാരിക്കണം, എന്നോട് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ദൈവം സംസാരിക്കും, ബൈബിൾ വഴി സംസാരിക്കും, വചനം വഴി. അത് ഉടനെയല്ല, അപ്പം തന്നെ ചോദിച്ചിട്ട് ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പണി കിട്ടും. 10 ദിവസം പ്രാർത്ഥിച്ചിട്ട് 10 ദിവസം ദൈവത്തിന് വേണ്ടി വെക്കണം ഈ കാര്യങ്ങളൊക്കെ. എൻ്റെ മുമ്പിൽ എനിക്ക് ഇതിന് ഉത്തരവുണ്ട്, പക്ഷേ എനിക്കറിയാം, പക്ഷേ അതെല്ലാം തെറ്റും. നീ എന്നോട് പറയണം. ചിലപ്പോൾ ദൈവം അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ബൈബിൾ നോക്കുമ്പോഴത്തേക്ക് ദൈവം ബൈബിൾ വഴി സംസാരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവോ ഭാര്യ വഴി സംസാരിക്കും, മക്കൾ വഴി സംസാരിക്കും, നിങ്ങളോട് മറ്റുള്ളവർ വഴി സംസാരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ ദൈവം പറയും, ചെവിയിൽ നിങ്ങൾക്ക് കേൾക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ എന്താണെന്നാ, ഞാൻ ഈ റിയൽ എസ്റ്റേറ്റ്, എനിക്ക് ഭൂമിയുടെ ബിസിനസ്സുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾ ഒരു ഭൂമി കൊണ്ടുവന്ന്, അത് ഞാൻ വാങ്ങിച്ച്, ഒരാളുടെ ഇരുന്ന് വാങ്ങിച്ച് വേറെ ആൾ വാങ്ങിക്കാൻ റെഡിയാണ്, അയാൾക്കറിയില്ല, ഇവർ തമ്മിൽ അറിയില്ല. അപ്പോൾ ഒരു ബ്രോക്കർ കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ വാങ്ങിച്ച് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 20 ലക്ഷം രൂപ ലാഭം കിട്ടും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കുറച്ച് കൃത്യമായിട്ട് എമൗണ്ട് എനിക്കറിയില്ല, നല്ല എമൗണ്ട് എനിക്ക് ലാഭം കിട്ടും. ഞാൻ എന്താ ചെയ്യുക, കുറച്ച് അഡ്വാൻസ്, ഒരു 5 ലക്ഷം അഡ്വാൻസ് ഇവിടെ കൊടുക്കണം. ആ 5 ലക്ഷം എൻ്റെ ഇരുന്ന് വാങ്ങിക്കുന്ന ആൾ തരാൻ റെഡിയാണ്. അപ്പോൾ എനിക്ക് 10 പൈസയുടെ ചിലവില്ല. ഇത് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ആദ്യം കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതിയിട്ട് അയാൾക്ക് കൊടുത്താൽ അയാൾ 5 രൂപ തരും, എനിക്ക് ഇത്രയും ലാഭവും കിട്ടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്കുള്ള സ്വഭാവം, അത് അച്ഛൻ പഠിപ്പിച്ചുള്ള ഏത് കാര്യവും നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ഞാൻ ദൈവത്തോട് ചോദിച്ച് മെസ്സേജ് എടുത്ത് അച്ഛനെയും കെട്ടി വിശ്വാസപ്രമാണം ചൊല്ലാൻ പറഞ്ഞ് ചൊല്ലിയെടുത്തപ്പോഴത്തേക്ക് വാങ്ങിക്കേണ്ടെന്ന് വന്നു. അപ്പോൾ എനിക്ക് തോന്നി, എന്താ വാങ്ങിക്കേണ്ടെന്ന്? ഇത് കൃത്യമായിട്ട് ഒന്നുമില്ലല്ലോ, വാങ്ങിക്കുന്ന ആളും ഉണ്ട്, വിൽക്കുന്ന ആളും ഉണ്ട്. ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ അവിടെ കൊടുത്താൽ മതിയല്ലോ. പക്ഷേ ദൈവം വേണ്ടെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ച്, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പിന്നെ തെറ്റുകാരനൊന്നും വേണ്ട, അത് നമുക്ക് മെസ്സേജ് തെറ്റുകയാണത് ഒന്നും വേണ്ട. ഞാൻ വേണ്ടെന്ന് വെച്ച് അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, വേറെ ആരെങ്കിലും വാങ്ങിച്ചോട്ടെ, എനിക്ക് ഈ സ്ഥലം വേണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ് നേരിട്ട് ഇത്രയും കിട്ടുകയില്ലേ, അവരുടെ കയ്യിൽ പൈസയും ഇല്ല, ഈ 5 ലക്ഷം ഇട്ട് വാങ്ങിച്ചില്ലെങ്കിൽ അവരെ ചെയ്യും. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചില്ല. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കാറിൽ ആ വഴി പോകുമ്പോഴത്തേക്കും ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്തിൻ്റെ വഴി ഒരു ഫെൻസിങ് ഇട്ട് അടച്ചിരിക്കുക. ആ വഴി വേറെ ആളുടെ വഴിയായിരുന്നു, അത് ഡിസ്പ്യൂട്ടിലായിരുന്നു. അന്ന് വാങ്ങിച്ചെങ്കിൽ അതെനിക്ക് പ്രശ്നമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കാണാത്ത സ്ഥലത്തില്ല ദൈവം നോക്കും, ദൈവത്തിൻ്റെ കണ്ണുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയണത്, നമ്മൾ അത് കഴിഞ്ഞ് തീരുമാനം എടുക്കുന്നതല്ല, നീ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എടുക്കുന്ന തീരുമാനം എല്ലാം തെറ്റിയാൽ ദൈവം അത് കറക്റ്റായിക്കോളും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. ചേർന്ന് നിന്ന് നിൻ്റെ ഇഷ്ടമില്ല എൻ്റെ ഇഷ്ടം, പറക്കം പച്ചൽ വേണ്ട, സങ്കടപ്പെടേണ്ട. എപ്പോഴും അതുകൊണ്ടാണ് ദൈവം പറയണത്, എപ്പോഴും സന്തോഷമായിരിക്കുക, എപ്പോഴും സന്തോഷത്തിൽ ആഹ്ലാദിക്കുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. നമുക്കൊക്കെ ഈ മനസ്സ് വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുക, ശാന്തതയോടെ ഇരിക്കുക. ഞാൻ അതെന്ത് ചെയ്യും, മക്കളുടെ കാര്യം എന്തായി, ആ കടം വന്നു കഴിഞ്ഞാൽ എന്താവും, മക്കൾ വളർന്നുകൊണ്ടിരിക്കുക, അവരുടെ കല്യാണക്കാര്യം എന്താവും, ജോലി എന്താവും, ഭർത്താവിന് ജോലി ഇല്ലല്ലോ, ഇനി UK പോകണം, അവിടെ പോകണം, എന്ത് ടെസ്റ്റ് എഴുതണം, അതൊന്നും നിൻ്റെ കാര്യമല്ല, അതെല്ലാം ദൈവത്തിന് അറിയാം. നിങ്ങൾ ഇങ്ങനെ ജീവിച്ച് നോക്ക്. അതിന് ഏറ്റവും വലിയ ജീവിതമാണ് ഉടമ്പടി ജീവിതം. ജീവിക്കുമ്പോൾ വെറുതെ ഉടമ്പടി എടുത്ത് സൈൻ ചെയ്ത് പേപ്പറും ഇട്ട് പോയി മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചെന്നില്ല, പക്ഷേ അത് വിശ്വാസത്തോടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിൻ്റെ തടസ്സങ്ങൾ, ഇന്ന് ഉടമ്പടി എടുത്തവർക്ക് പലവർക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ ഇന്ന് തീരുമാനം എടുക്ക്. ഞാൻ ആരൊക്കെ ക്ഷമിക്കാനുണ്ടോ, ഞാൻ ക്ഷമിക്കണം, അതിന് കൃപയിൽ നിറയണം. അതിൽ നീ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നീ പറയണം, ദൈവമേ എൻ്റെ ഇഷ്ടമായിരുന്നു ഇത്രയും കാലം, അതുകൊണ്ട് അത് വിഷമമായിട്ട് നിൽക്കുന്ന നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം നീ കൃപയിൽ നിറയും, നിനക്ക് ക്ഷമിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. ചേർന്ന് നിന്നിട്ട് എല്ലാം ദൈവത്തോട്, ചെറിയ കാര്യമാണെങ്കിലും ദൈവത്തോട് ചോദിക്കാൻ ശീലിക്കണം. അത് എല്ലാ കാര്യവും ദൈവത്തോട് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വേറെ ആരുമില്ല, നിൻ്റെ കൂടെ ഉള്ള നിൻ്റെ അച്ഛനാണ്. നമ്മളെ മക്കൾ നമ്മളോട് ചോദിക്കുമല്ലോ, അച്ഛാ അപ്പോൾ ഞാൻ ഈ ഭക്ഷണം കഴിക്കണം, ഇത് കഴിക്കണം, ഞാൻ എന്താ കഴിക്കട്ടെ, ഇവിടെ ബ്രെഡ് ഉണ്ട്, അല്ല അപ്പമുണ്ട്, ഞാൻ എന്ത് കഴിക്കട്ടെ? പ്രൈസ് ദി ലോർഡ്. അവൻ ചോദിക്കുമല്ലോ, അതുപോലെ ഡിപ്പെൻഡൻ്റ് ആണ്, ആശ്രയിച്ച് നിൽക്കണം എല്ലാ കാര്യത്തിലും. അത് ദൈവം നിങ്ങളെ ഒന്നാമത് നിങ്ങളോട് സ്നേഹമാണ്. ഇതുകൂടി ആവുമ്പോൾ ദൈവത്തിന്
നിങ്ങളില്ലാതെ പറ്റില്ല. അതുപോലെ എപ്പോഴും കറങ്ങി നടക്കും ദൈവം അതിൻ്റെ അഡിക്ഷനാണ്, സ്നേഹത്തിൻ്റെ അഡിക്ഷനാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡിക്ഷൻ ആണെങ്കിൽ എപ്പോഴും ഞാൻ എൻ്റെ മോൻ ചെറുപ്പത്തിലേ നോക്കുമ്പോഴത്തേക്കും ഞാൻ തിരിഞ്ഞു നോക്കിയാൽ അവൻ ഇങ്ങനെ ഉണ്ടാവും എൻ്റെ ബാക്കിൽ, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും. എവിടെയായാലും എങ്ങനെയാണ് ഉറക്കത്തിലാണെങ്കിൽ അവനെ സെപ്പറേറ്റ് കിടത്തിയിരിക്കും, പാതിരാത്രിക്ക് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ കിടക്കുകയാണെന്ന്, ഇവൻ ഇത്രയേ ഉള്ളൂ, ഇവൻ കയറി കിടക്കണ്ടാവും ഇവിടെ. പ്ലീസ് ലോഡ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുക. എന്ത് കാര്യം, ഞാൻ ട്രെയിനിൽ പോകണ, ബസ്സിൽ പോകണ, ദൈവമേ അത് നീ പറഞ്ഞാൽ എനിക്ക് വയ്യ, നീ തന്നെ പറ. എൻ്റെ മകൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അവനെ എന്ത് ചെയ്യണം, അതിന് തീരുമാനം നീ പറ. ഞാൻ തീരുമാനം എടുക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് അറിഞ്ഞാലും എടുക്കില്ല, നീ പറഞ്ഞാൽ മതി. പത്രോസ് എങ്ങനെയാണ് പറഞ്ഞാൽ, പത്രോസിന് നീന്താൻ അറിയാം. വെള്ളത്തിൽ കൂടി നടന്നപ്പോൾ അവൻ കൊടുങ്കാറ്റിനെ കണ്ടപ്പോൾ വീഴാൻ പോയപ്പോൾ അവനിക്ക് സുന്ദരമായിട്ട് നീന്തി വരാം. പത്രോസ് ജനിച്ചത് തന്നെ കടലിലാണ്. നീന്താൻ അറിഞ്ഞിട്ടും പത്രോസ് കരഞ്ഞത് എന്താ? ഈശോയെ എന്നെ രക്ഷിക്കണേ, ഞാൻ മുങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരിക്കലും പത്രോസ് മുങ്ങിയിട്ടൊന്നുമില്ല. പത്രോസിന് നീന്താൻ അറിയാമല്ലോ, അടിപൊളിയായിട്ട് നീന്തും, എത്ര മണിക്കൂർ വേണമെങ്കിൽ നീന്താൻ പറ്റും. പക്ഷേ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആശ്രയത്തിൻ്റെ ജീവിതമാണ് ഈ ഉടമ്പടി. ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ ആശ്രയിച്ചിരിക്കുക. ദൈവമേ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇപ്പോൾ ഭക്ഷണം വയ്ക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഞാൻ ഇത് ഭക്ഷണം വയ്ക്കണം, മക്കളൊക്കെ ഭർത്താവിന് എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടില്ല, ദൈവമേ ഞാൻ ഭക്ഷണം വയ്ക്കണം, എനിക്കറിയില്ല കേട്ടോ, നീ തന്നെ സഹായിക്കണേ, നിൻ്റെ സ്നേഹത്തെ അതിലിട്ട് തന്നെ കുറച്ച് പ്രൈസ് ലോഡ്. അതുപോലെ എന്നെക്കൊണ്ട് ഇത്രയും ഭാരമായിട്ട് തോന്നുന്ന ഈ വീടിൻ്റെ ജോലിയെല്ലാം ഭാരമാണ്, ദൈവമേ ഞാൻ എന്ത് ചെയ്യാനാണ്, പ്രൈസ് ലോഡ്. നമ്മളൊക്കെ ചോദിക്കുന്നത് എനിക്ക് സഹായത്തിന് ഒരാൾ ജോലിക്കാരി വേണം, അത് വേണ്ട, ദൈവത്തോട് പറയണം എന്നെ ശക്തിപ്പെടുത്തേ ദൈവമേ. നമ്മൾ അങ്ങനെയാണ് ചോദിക്കേണ്ടത്. കടബാധ്യത ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ പലവരും നിയോഗം വന്ന് പറയും ഒരു 25,000 രൂപ കിട്ടട്ടെ ബ്രദറെ, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കും എന്തിനാ 25,000 എന്ന് ചോദിച്ചപ്പോൾ 10 ലക്ഷം രൂപ കടമുണ്ട്, അതിനാണ് 25,000 രൂപ പലിശ കൊടുക്കാനാണെന്ന്. അപ്പോൾ അത്രയ്ക്കുള്ള അല്പവിശ്വാസമാണ്. ഞാൻ ചോദിക്കും എന്താ 10 ലക്ഷം രൂപ എന്താ നീ ചോദിക്കാത്തതെന്ന് ഞാൻ ചോദിക്കും. അതൊക്കെ കിട്ടുവാ? അപ്പോൾ അത്രയാണ് ഇസിലോ. അപ്പം നമ്മളുടെ കാര്യം അതേപോലെ മക്കളുടെ കല്യാണമാണെങ്കിലും കല്യാണം നടത്തി തന്നെ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. നല്ലൊരു ചെക്കനെ തന്നെ ഈ സ്ഥലം വിൽക്കണം. പിന്നെ എന്തിനാ സ്ഥലം വിൽക്കുന്നത്? സ്ഥലം വിറ്റിട്ട് വേണം കല്യാണം നടത്താൻ. അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ മകളുടെ കാര്യം നിൻ്റെ കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ എന്നോട് പറയും മകൾ വളർന്നു വരെയാണ് എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കാണിക്കും, മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. ആരുടെ ഉത്തരവാദിത്വമാണ്? അവിടെ ചോദിക്കേ, എന്നോടില്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല. പ്രൈസ്. ഞാൻ എവിടെയും നോക്കുകയില്ല, ഇവിടെ കൊണ്ടുവരും, ഓക്കെ പറയും, നമ്മൾ കല്യാണം നടത്തും. പ്രൈസ് ദി ലോർഡ്. ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞു കൊടുത്ത് ആ ഡേറ്റ് മാതാവ് നടത്തും, അത്രേ ഉള്ളൂ. അത് ഉറപ്പ്. ഡേറ്റ് ഞാൻ പറയും, നടത്തുന്ന മാതാവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ആശ്രയിച്ച് നിൽക്കേണ്ടത് ദൈവത്തിൽ. ഹല്ലേലൂയ. ഇല്ലാതെ കരച്ചൽ, പറക്കം പാച്ചലെന്ന് പറഞ്ഞത് മനസ്സിൻ്റെ പറക്കം പാച്ചലാണ് ഞാൻ പറഞ്ഞത്. അത് ഇങ്ങനെ ചെയ്യാവോ, അങ്ങനെ ചെയ്യാവോ, ശാന്തതയില്ല, ജീവിതത്തിൽ സമാധാനമില്ല, ശാന്തതയില്ല, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം. സമാധാനം എല്ലാം എൻ്റെ ദൈവം നോക്കിക്കോളും. ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനാണ്. എൻ്റെ ജീവിത ദൈവം ഞാൻ ആശ്രയിച്ച് മാത്രം എന്നാൽ മതി. സമയം കൊടുക്കുക. കൃപയിൽ ഞാൻ വളർന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കും. ഇത് പലവരും പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നതിൻ്റെ കാര്യം കൃപയുടെ കുറവ് കൊണ്ടാണ്, സങ്കടമുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ ഓർത്തുകൊണ്ടിരിക്കും. ഭർത്താവായിട്ട് വഴക്കിട്ട കാര്യം ഓർക്കും, ആ കാര്യം ഈ കാര്യം അതെല്ലാം ഓർക്കും. ശാന്തത, മനസ്സ് ശാന്തതയോടെ എല്ലാ വിഷമങ്ങളും എടുത്ത് കളയുക. ശാന്തത. പറക്കം പാച്ചൽ വേണ്ട. പറക്കം പാച്ചലാണ് അവിടെ. ആദ്യം ഓർക്കുന്ന ഇത്, അടുത്ത അരമണിക്കൂർ വേറെ കാര്യം, പിന്നെ വേറെ കാര്യം, പിന്നെ വേറെ കാര്യം. ദൈവത്തെ ഓർക്കാൻ സമയമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിന് ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ ഓടിച്ച് ഒന്ന് ജപമാല ചൊല്ലി ഇന്നത്തെ കടമ തീർന്ന്. പ്രൈസ് ദി ലോർഡ്. അതില്ല. ബൈബിൾ അരമണിക്കൂർ വായിച്ച് ഇന്നത്തെ കടമ തീർന്ന്, അതില്ല. അത് ആസ്വദിച്ച് അത് ഞങ്ങൾ ബിരിയാണി കഴിക്കുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്, അത് സമയമെടുത്ത് നല്ല രീതിയിൽ അത് വായിച്ച് ഈശോയാണ് ഞാൻ തൊട്ടുകൊണ്ടിരിക്കണം. ഓരോ വചനത്തെ തൊടുമ്പോഴും ആ ചൂട് നമുക്ക് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞാൽ ആ ബൈബിൾ കൊണ്ടുവന്നിട്ട് ചെവിയിൽ വയ്ക്കുമ്പോൾ ആ കാറ്റ്, ദൈവം സംസാരിക്കണം, ആ കാറ്റ് കേൾക്കണം.
ദൈവമേ നീയല്ലേ വചനം, നീയല്ലേ സംസാരിക്കണേ, എനിക്ക് സ്വരം കേൾപ്പിച്ചതാന്ന് പറയണം. ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ മാതാവിൻ്റെ കണ്ണിൽ ഗ്രോട്ടോയിൽ പോയിട്ട് ഇങ്ങനെ കണ്ണ് നോക്കുക, കണ്ണ് ഷെയ്ക്ക് ചെയ്യണ്ട, അമ്മ എന്നെ കാണണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദാഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കൂടെ ചേർന്നിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരസാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തിയതിനെ ഓർത്ത് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മീര, ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഇസഹാക്ക്. ഞങ്ങൾ UK നിന്ന് വരുന്നു. ഞങ്ങളുടെ സ്ഥലം വാകത്താനമാണ്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കൽ പോലും ഒരു പ്രാവശ്യം പോലും എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ടില്ല. എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. ഞങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞുണ്ടാകുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ ഓർക്കും ഇതെന്താ അങ്ങനെ ആവാത്തെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ ഓൺലൈനിൽ ഫേസ്ബുക്കിൽ കാണുന്നത്. അങ്ങനെ അപ്പോൾ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. പല സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ആ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമായി, ഞങ്ങൾക്കും മാതാവ് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കും, ഞങ്ങൾക്കും അമ്മയുടെ പ്രതിഷ്ഠീകരണ സാക്ഷികളായി ഞങ്ങൾക്കും ഉയരാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചു. തീർത്ഥാടന ഉടമ്പടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനു മുന്നിൽ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ നിയോഗം വെച്ചായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലെന്ന് പറയുന്നുണ്ട്, ഇല്ല നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി തന്നെ എടുക്കണം. 2024 മാർച്ച് 27 ഞങ്ങൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതായത് കഴിഞ്ഞ വർഷം ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിനി വേറൊരു ആശ്രയമില്ല, അമ്മേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ മക്കളുണ്ടാകാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ അപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മാതാവേ, അതൊരു വല്ലാത്തൊരു വിഷമാണ്, അത് ഇല്ലാത്തവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അമ്മേ അമ്മ ഒരു അമ്മയാണല്ലോ, അമ്മയുടെ കയ്യിലുള്ള തിരുക്കുമാറിനെ ഞങ്ങൾക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതിന് മുന്നിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു. ആ സാക്ഷ്യങ്ങളിൽ ആ ചേച്ചിമാരും ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞ പോലെ ഞാൻ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. അമ്മയുടെ കയ്യിലുള്ള ആ തിരുക്കുമാറിനെ ഞങ്ങൾക്ക് തരണേ, അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അങ്ങനെ ഒരു അമ്മയോട് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ വന്നു പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഉറച്ച് തീരുമാനം എടുത്തിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് ഓരോ വെക്കേഷന് വരുമ്പോഴും. അപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. ഓക്കെ അങ്ങനെയാണല്ലോ നമ്മൾ മാനസികമായ രീതിയിൽ അങ്ങനെ പോയി. ആ സമയത്ത് പക്ഷേ ഇവിടെ വന്ന കാലുകുത്തിയ ആ സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചു, ഞങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിലും പോകത്തില്ല, ഒരു ഡോക്ടർമാരെടുക്കാൻ പോകത്തില്ല. ഈശോ ഞങ്ങൾക്ക് തരുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് മതി, അന്ന് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി എന്നൊരു ഉറച്ചു വിശ്വസിച്ചു. ഹസ്ബൻഡ് എപ്പോഴും പറയും വേണം നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ടെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ, ഓരോ മക്കളെ കാണുമ്പോഴും ഓരോരുത്തർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കും ഒരു കുഞ്ഞ് വേണമെന്നൊരു ഭയങ്കര ഒരു വിഷമം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. അത് മാത്രമല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അതാകത്തപ്പോൾ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ അമ്മയോട് നോക്കി പറഞ്ഞു, അമ്മേ ഞാൻ ഈ ഒരു വർഷം ഒരുങ്ങുമായിരുന്നു, എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി നീ ഞങ്ങളെ അനുവദിക്കണേന്ന്. അങ്ങനെ ഞങ്ങൾ വന്നു. ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ഉടമ്പടി എടുത്തപ്പം എന്നോട് അമ്മ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഉറപ്പായിട്ടും മാതാവിനെ കിട്ടുമെന്ന്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഇല്ല, എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല അമ്മ. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്ക് അമ്മേനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് എടുത്തപ്പോൾ എനിക്കും തന്നെ മാതാവിനെ ഞങ്ങൾക്ക് കിട്ടി. ഭയങ്കര സന്തോഷമായി. എനിക്ക് ഓർമ്മയില്ല, മാതാവും ഞാനും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ പോലെ എനിക്ക് തോന്നി. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ പ്രദക്ഷിണമായി വന്നു, നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ ഒരിക്കലും എനിക്ക് കുഞ്ഞുണ്ടാകണേ എന്നൊരു കാര്യം പറഞ്ഞില്ല.
എനിക്കറിയില്ല, വല്ലാത്തൊരു മനസ്സിൽ സന്തോഷവും ഒരു സമാധാനവും എനിക്ക് ആ സമയത്ത് തോന്നി. ഞാൻ ഒന്നും ഓർത്തില്ല. ഞാനും അമ്മയും, ഹസ്ബൻഡ് കൂട്ടത്തിലുണ്ട് എങ്കിലും ഞാനും അമ്മയും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയം. അങ്ങനെ ഞങ്ങൾ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നിൽ അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളാണെങ്കിൽ ഒരുങ്ങി വന്ന് വേണം ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ആ വർഷം കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന ഉടനെ തന്നെ ഞങ്ങൾ കുമ്പസാരിച്ചൊരുങ്ങി എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു. ഞങ്ങൾ 6 നിയമങ്ങളൊക്കെ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുന്നിൽ ഞാൻ ഇവിടെ ചോദിച്ചായിരുന്നു. അന്ന് ഇവിടെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇന്നിപ്പോൾ ലൂർദിൽ പോയി. ആ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. കാരണം UK ചെന്ന സമയത്ത് ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിക്ക് എൻ്റെ റിക്വസ്റ്റ് വിട്ടായിരുന്നു. ഓൺലൈനായിട്ടുള്ള ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ആ ചെന്ന സമയത്ത് എനിക്ക് ആ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും ഞാൻ നിയമങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും ഒക്കെ അടുത്ത ചാൻസിൽ എക്സാം എഴുതാൻ പറ്റി. ആ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാം എഴുതാനായിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ബാച്ചിൽ ആകെ 2 പേരാണ് ജയിച്ചത്. അതിൽ അമ്മയുടെ ഒറ്റ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റിയത്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഈ ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഉടമ്പടി എടുത്തല്ലോ, തീർത്ഥാടന ഉടമ്പടി, അപ്പം ഇനി കുഞ്ഞുമായിട്ട് വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് പോയത്. അപ്പോൾ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, ഇനി നിങ്ങൾ പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അപ്പം നിങ്ങൾക്ക് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം, അച്ഛൻ നിങ്ങൾക്ക് കാശുരൂപൊക്കെ തരുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 17-ാം തീയതി പിന്നെയും തിരിച്ചിവിടെ വന്നു. ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛൻ ഞങ്ങളെ ഒരു കാശുരൂപം തന്നു. ആ കാശുരൂപം തന്നു. ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ എനിക്ക് സാഹിത്യം എൻ്റെ കയ്യിൽ നിന്ന് തന്നായിരുന്നു. അടിവയറ്റിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ഒരു വിശ്വാസപ്രമാണം ചെല്ലാനാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ 3 പ്രാവശ്യം 6 പ്രാവശ്യം 9 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് അമ്മ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ 1-2 പേർക്ക് മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ അടിവയറ്റിലും കൂടെയാണ് ഞാൻ പരട്ടുന്നതെന്ന് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഉടമ്പടി തന്നെ ജീവിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഉടമ്പടി രാവിലെ പ്രഭാത പ്രാർത്ഥന ചെല്ലാനും വൈകുന്നേരം സായന പ്രാർത്ഥന, ഇവിടുത്തെ 6 നിബന്ധനകളെല്ലാം പാലിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ, ഉപവസിക്കാനായിട്ട്, എന്നാലാകുന്ന കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻസിനോടൊക്കെ കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാനായിട്ട്. അവർ പറയുന്ന ചില സമയത്ത് അവർക്ക് ഇങ്ങനെ അവരെ കേൾക്കുന്നില്ല എന്നൊരു വിഷമാണ് അവിടെ ഉള്ളവർക്കൊക്കെ. അപ്പം അവരെ കൂടുതൽ കേൾക്കാനായിട്ട്, അവർക്ക് ചിലപ്പോൾ പല വിഷമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കേട്ട് അവരെ ആശ്വസിപ്പിക്കാൻ എന്നൊക്കെയുള്ള അതിനുള്ള സമയം കണ്ടെത്താനും ആ ഒരു രീതിയിലേക്ക് കുറച്ചും കൂടെ ദൈവികമായ രീതിയിലേക്ക് എനിക്ക് നമ്മൾ കാരുണ്യപൂർവ്വം അവരോട് പെരുമാറാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഞാൻ മാറി. അതിനുശേഷം എല്ലാ നേർച്ച വസ്തുക്കളും ഇവിടുന്ന് കിട്ടിയ തൈലം, അതുപോലെ തന്നെ ഉപ്പ്, തേന്, എല്ലാ നേർച്ച വസ്തുക്കളും ഞാൻ രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുമായിരുന്നു. തൈലം വയറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ തന്ന കാശുരൂപം ഞങ്ങളുടെ ബെഡിൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ഉടമ്പടി കാശുരൂപം കിട്ടിയായിരുന്നു. ആ കാശുരൂപം എപ്പോഴും ഏത് സമയത്ത് ഞങ്ങൾ കൂടുതൽ കൊണ്ടുപോകും. അതും വയറ്റി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെല്ലാണ്ട് ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉടമ്പടി ധ്യാനം കൂടി എല്ലാ കാര്യങ്ങളും അനുഷ്ഠിച്ച് പോന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും ഒരു വിഷമം, അതായത് മാതാവേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, ഇല്ല, എനിക്ക് മാതാവ് ഒരനുഗ്രഹം തരുമെന്ന് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പം എനിക്ക് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 മാസമൊക്കെ ആയപ്പം എനിക്ക് പിന്നെ ഒരു വല്ലാത്ത വിഷമങ്ങൾ. ഇതേ ഇനി ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അന്നെന്നൊക്കെ പറഞ്ഞാൽ
ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ സമയം പോലെ തോന്നുമായിരുന്നു. ഇപ്പം താമസിക്കുന്നോറും ഭയങ്കര ഒരു വിഷമം, ദൈവമേ ഇനി താമസം ഉണ്ടാവരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വരും, നമ്മൾ സാക്ഷി പറഞ്ഞിരിക്കും, നമ്മളെ ദൈവം ഉറപ്പായിട്ടും നമ്മളെ ദൈവം മാനിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ലൂക്ക 1:37 ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു. ലൂക്ക 1:37 മനുഷ്യൻ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വചനങ്ങൾ ഏറ്റു പറയുമായിരുന്നു, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ 1 സാമുവേൽ 1:27 ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വചനങ്ങളും എടുത്തെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ഉണ്ടായ അവമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് എപ്പോഴും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവനെ ഞങ്ങൾ രണ്ടുപേരും വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ഹസ്ബൻഡ് എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അച്ഛൻ്റെ അടുത്ത് ഞങ്ങളിവിടെ വന്നായിരുന്നു. അച്ഛൻ ഇത് കാശുവൊക്കെ തന്ന സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ അടുത്ത വർഷം ഇവിടെ ഈ ബാൽത്താരയിൽ വന്ന് കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയുമെന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോക്കോളൂ, അതുപോലെ തന്നെ സാധിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അമ്മയോട് പോയത്. അങ്ങനെ അതിനുശേഷം ജൂലൈ ആയ സമയത്ത് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ അമ്മ എന്നെ തോന്നിപ്പിക്കുമായിരുന്നു. പക്ഷെ പേടിച്ചിട്ട് ഒരിക്കലും എപ്പോഴും നെഗറ്റീവ് കണ്ട് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു, വിഷമായിരുന്നു എനിക്ക് നോക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇനി നോക്കത്തില്ല. ഓരോ ഉടമ്പടി ധ്യാനം കാണുമ്പോഴും ഞാൻ പറയുമായിരുന്നു, അമ്മ ഇനി പറയാതെ എനിക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് വേറെ കാണിക്കാതെ ഞാൻ ഇനി നോക്കത്തില്ല. അപ്പം പിന്നെ എനിക്ക് അമ്മ ധൈര്യം തന്നു, ഇല്ല നീ നോക്കണം, നിനക്ക് ഉറപ്പായിട്ട് നീ പ്രഗ്നൻ്റ് ആവ്. അപ്പം അന്ന് ഞാൻ സാക്ഷിയൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ സാക്ഷ്യങ്ങൾ തന്നെ എനിക്ക് കാണണം, നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അമ്മ എന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു ഓരോ സമയത്ത്. അങ്ങനെ ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നിൽ ഞാൻ 2 പച്ചത്തിരി നിലത്തിരിയും കത്തിച്ച് വെച്ചിട്ട് പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ചെല്ലിയതിന് ശേഷമാണ് ഞാൻ പോയി ചെക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് തരും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ പോയി നോക്കി. ആ സമയത്ത് 2 വാരം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുമ്പോൾ എനിക്ക് അമ്മയോട് പറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അമ്മ എനിക്കൊരു അമ്മയെ പറ്റിയില്ലെന്ന് ഓർത്ത് ഒത്തിരി അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കണ്ട് അപ്പോഴും ഞാൻ തിരിച്ചു വന്നു. അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. അമ്മയുടെ പ്രതീക്ഷയാണെന്ന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തേനെ ഓർത്ത് ഞങ്ങൾക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ പുറത്തൊക്കെ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്കാനിങ് ഉള്ളൂ. അതുവരെയ്ക്കും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പ്രൂഫ്. അപ്പം പിന്നെയും വിഷമായി. എന്തുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു, ഇല്ല നമ്മൾ കുലുങ്ങരുത്, ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ 3 മാസം നോക്കിയിരുന്നു. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടി പ്രഗ്നൻസി ടെസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാ നെർച്ചോസുകളും കൈ പിടിച്ചുകൊണ്ട് പോകുന്നത്, എല്ലാം അത് കഴിക്കുകയും ചെയ്ത് എല്ലാ നെർച്ചോസുകളും കഴിക്കുകയും ചെയ്ത് തൈലമൊക്കെ പൂശി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കാശ് രൂപം കൈ കൊണ്ടായിരുന്നു. ഉപ്പ് ഞാനാണ് ഈ സ്കാനിങ്, ഞങ്ങൾ 2 സ്കാനിങ് മെഷീനിൽ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആരും കാണാതെ സ്കാനിങ് മെഷീൻ്റെ അവിടെ ഉപ്പിട്ട് ഞങ്ങൾ വിശ്വാസമാണ് ചെല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവർ പ്രോബ് എന്നെ വായിച്ചു വെച്ചു. ആ സമയത്ത് തന്നെ ഞാൻ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. അമ്മേ എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് നന്ദി പറഞ്ഞു. അപ്പം അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഉറപ്പാണ്, എനിക്ക് തന്ന പോലെ ഇങ്ങനെ മക്കളില്ലാത്തവരൊക്കെ എല്ലാവർക്കും അമ്മ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്ന് ഒരു വിശ്വാസവും എല്ലാം അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാവരോടും പറയാൻ തുടങ്ങി. ഇങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും. അമ്മ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് അമ്മയോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ അമ്മ ഇതെല്ലാം സാധിച്ചു തരുമെന്നൊക്കെ ഞാൻ എല്ലാവരും പറയുമായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ വിചാരിക്കണം, ഇനി നമുക്ക് വേറൊരു വഴിയില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ, അമ്മ എൻ്റെ ഫയലും അമ്മ എടുക്കണേന്ന് അന്ന് അച്ഛനൊരു ധ്യാനത്തിൽ പറയും. പക്ഷെ അച്ഛൻ എപ്പോഴും പറയും. അങ്ങനെ ഞങ്ങളും പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു, അതെ ഞങ്ങളുടെ ഫയലും അമ്മ എടുത്തു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായതെന്നും. അങ്ങനെ പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ഞാൻ കഞ്ഞിയിൽ അമ്മയുടെ ഉപ്പിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട് എങ്കിലും ആ ഒരു അമ്മയുടെ ഉപ്പിട്ട് ഞാൻ കഞ്ഞി കുടിക്കായിരുന്നു. അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ജോലി ചെയ്യാനായിട്ടും എല്ലാത്തിനുള്ള കഴിവ്
അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഒരു ഇതാണ്, എന്താണെന്നറിയത്തില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചൊരു കുഞ്ഞുണ്ടായതുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ നമ്മളോട് ഒരു ഭയങ്കര ഒരു സ്നേഹമാണ്. കണ്ടോ, അവർ പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പം ഞങ്ങളും പറയും ഇത് ഞങ്ങളിങ്ങനെയാണ്. അപ്പോൾ ഒത്തിരി പേര് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒത്തിരി പേര് ഞങ്ങളുടെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരെല്ലാം കാരണം ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് ചെന്നപ്പോൾ അവർക്കൊക്കെ പത്രം കൊടുത്തായിരുന്നു. എപ്പോഴും ഞാൻ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇതാണ്. അപ്പം അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ മുന്നോട്ട് പോയി. ആ ഒരു സമയത്താണ് ഞാനൊരു സാക്ഷ്യം കേൾക്കുന്നത്. അമ്മേനെ കൊണ്ട് എനിക്ക് എൻ്റെ വയറ് കാണിക്കണം, ഇവിടെ വരണം. അപ്പം ഞാൻ 7-ാം മാസം ഞാനിവിടെ വന്നു. ആ സമയത്ത് ഞാൻ തന്നെയാണ് വന്നത്. അമ്മയുടെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് എനിക്കൊരു കാലിലൊരു നീര് പോലും ഇല്ലാതെ അമ്മ എന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കി. ഒരു കുഴപ്പമില്ലാതെ ഞാൻ വന്നു ഫ്ലൈറ്റിൽ. ഇവിടെ വന്നിട്ട് എൻ്റെ കാലിൽ നീര് വന്നേ, ഒരു പ്രശ്നമില്ലാതെ ഞാൻ ഇവിടെ തന്നെ വന്നു. അതിനുശേഷം ഹസ്ബൻഡ് അതിന് ശേഷമാണ് വന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നു. അമ്മേനെ ഇവിടെ വന്ന് വയറ് കാണിച്ചു. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ തന്ന കുഞ്ഞുമായിട്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. അമ്മയുടെ മുന്നിൽ ഞാൻ കുഞ്ഞുമായിട്ട് വന്ന് ഞങ്ങൾ അപ്പനും അമ്മയാകാൻ പോവാണ്, അമ്മ തന്നതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞു. നമ്മുടെ പ്രതീക്ഷിത സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനോർത്ത് നന്ദി പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മയുടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. അമ്മ ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളും ഡെലിവറി കാര്യങ്ങളും എല്ലാം അമ്മ ഏറ്റെടുത്തേക്കണേ. അങ്ങനെ അതിനുശേഷം ഇങ്ങനെ എനിക്ക് പിന്നെ നമ്മുടെ നോർമൽ ഡെലിവറിയിലൂടെ 1-2 ദിവസം താമസം വന്നു. പക്ഷേ എങ്കിലും മാക്സിമം വേദന വന്നു പോയി അങ്ങനെയൊക്കെ നിൽക്കുവാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് സമയത്ത് മാതാവിൻ്റെ ഒരുപാട് ഇതും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ ഇപ്പം സമയം തികയാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. ഈ പ്രസവോത്തര സമയത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അമ്മയാണെങ്കിൽ അവിടെ വരണം, അമ്മ പ്രസവത്തിന് സമയത്ത് അമ്മ വേണം കുഞ്ഞിനെ എടുക്കാനെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രസവം ഒരു മെയിൽ ഡോക്ടറാണ് എടുക്കേണ്ടത്. പക്ഷേ ആ ഡോക്ടർ ഒന്നും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഒരു ഫീമെയിൽ ഡോക്ടറാണ് എൻ്റെ അടുത്ത്. അതിനുശേഷമാണ് മെയിൽ ഡോക്ടർ വന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ആ നീല സ്ക്രബിൽ ഇരിക്കുന്നത് എൻ്റെ കൃപാസന മാതാവാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ ഒരു പ്രശ്നമില്ലാതെ എനിക്ക് ഈ കുഞ്ഞുണ്ടായെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് UK ഞങ്ങൾക്ക് ഒരു വീട്, ഞങ്ങൾ എപ്പോഴും UK ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരുപാട് കടമകളൊക്കെ നമുക്ക് കടക്കണമായിരുന്നു. പേപ്പർ വർക്കിൻ്റെ രീതിയിലായാലും നമുക്ക് ഫൈനാൻസ് രീതിയിലായാലും ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കടമകളൊക്കെ കടന്നു പോകണമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു. അപ്പം ഞങ്ങൾ വേറെ ചുമ്മാ ഒരു നിയോഗമായിട്ട് എഴുതി, അമ്മ UK ഒരു വീട് മേടിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കണമെന്ന്. ഒരിക്കലും ഈ ഉടനെ അനുവദിക്കണം എന്നൊന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല. ഒന്ന് അനുവദിക്കണം, എപ്പോഴെങ്കിലും അനുവദിക്കണമെന്ന് എഴുതിയായിരുന്നു. ഈ 2000 എന്നിട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞ് കറക്റ്റ് 3-ാമത്തെ മാസമായപ്പോൾ ഞങ്ങൾക്ക് 3 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കറക്റ്റ് വീടിൻ്റെ കീ കിട്ടി. ആ വീട് കാണാൻ പോകുന്ന കാര്യം പറയുകയാണെങ്കിലും എപ്പോഴും ഞങ്ങൾ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപ്പ് എപ്പോഴും ഞങ്ങൾ എല്ലാ കശുരൊക്കെ കൊണ്ടുപോകും. ഉപ്പ് ഞങ്ങൾ ആ വീടിൻ്റെ ജനലിൻ്റെ ഒരു പടിയിൽ ആരും ചവിട്ടാത്തടുത്ത് ഞങ്ങൾ ഇടും. വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയോട് പറയും, അമ്മേ ഞങ്ങൾക്കറിയത്തില്ല ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും, അമ്മയ്ക്കാണ് എല്ലാം അറിയാവുന്നത്. അമ്മ ഇത് ഞങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് ഞങ്ങൾക്ക് മേടിച്ചു തരണേ എന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നു. അപ്പം അങ്ങനെ കുറേ വീടുകളൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ പറഞ്ഞ അതിൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ടിരിക്കുന്ന ഈ കല്ലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചാര കളർ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് കൃപാസന മാതാവ് തന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഈ വീട് കിട്ടിയെന്ന് ഞങ്ങൾ എപ്പോഴും പറയും. അങ്ങനെ ഇവിടെ നിന്ന് ചെന്ന് ഉടമ്പടി എടുത്ത് 3 മാസം ആകുന്നതിന് മുന്നേ കീ കിട്ടി. അപ്പോൾ ഹസ്ബൻഡിനെ നിർബന്ധമായിരുന്നു 90-ാമത്തെ ദിവസം തന്നെ നമുക്കവിടെ കയറി താമസിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫർണിച്ചർ ഒന്നും മേടിച്ചില്ല. 27 ജൂൺ 2024 കറക്റ്റ് 90-ാമത്തെ ദിവസം ഞങ്ങൾ അച്ഛനെ വിളിച്ചു. അവിടെ ആ വീട് ഞങ്ങൾ വീട്ടിൽ കയറി താമസിച്ചു. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് തീർത്ഥാടന ഉടമ്പടിയിലൂടെ കിട്ടിയ കാര്യങ്ങൾ. പിന്നെ ലൈറ്റ് കളർ റിക്വസ്റ്റും
ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കാര്യം മാത്രമല്ല പലരുടെ ആ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ലൈറ്റ് കെല്ലർ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ സാധിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇതെല്ലാം പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മേ, അതിനെല്ലാത്തിനും 1000 അവരുടെ എല്ലാവരുടെയും പേരിലും ഞങ്ങളുടെ പേരിലും എല്ലാം നന്ദി പറയുന്നു. ലൈറ്റ് കെല്ലർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് അവിടെ ഗവൺമെൻറ്റിൽ NHS ജോലി കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നോർമലൊരു ജോലിക്കാണ് കയറിയത്. കറക്റ്റ് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഓർത്ത് ഓക്കെ NHS ചുമ്മാ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ NHS അപ്ലൈ ചെയ്തു ഗവൺമെൻറ്റിൽ. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് കെല്ലർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി ധ്യാനം കൂടി. അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ രാവിലെ അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത് ചൊവ്വാഴ്ച കേട്ടോ, എല്ലാ കാര്യങ്ങളും. ഞാൻ ഇതിന് മുന്നിൽ ജോലി ചെയ്ത സ്ഥലത്തായാലും ഇവിടെ ആയാലും സൗദിക്ക് പോയപ്പോഴും ദുബൈക്ക് പോയപ്പോഴും UK പോയപ്പോഴായാലും എന്ത് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്, ഞങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യത്തിലും എല്ലാം. അപ്പം ആ ചൊവ്വാഴ്ച ദിവസം എല്ലാ ഉടമ്പടി ധ്യാനം കണ്ടു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ ചെന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. നമുക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കോള് വന്നു, ഹസ്ബൻഡിന് ജോലി കിട്ടി. അങ്ങനെ അവിടെ ഒരു ജോലി നമുക്ക് കിട്ടാനും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനാഥാലയത്തിലും അങ്ങനെ കാര്യങ്ങളിലൊക്കെ എങ്ങും പോയി ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പുറത്ത് ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി രീതിയിലൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പൈസയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ലാതെ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ നേഴ്സായതുകൊണ്ട് അവിടെ പേഷ്യൻസിനോടൊക്കെ കൂടുതൽ നല്ല രീതിയിൽ പെരുമാറാനും പിന്നെ കൂടുതൽ കെയറോടെ നോക്കാനും കാരുണ്യത്തോടെ നോക്കാനും ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ വിശ്വാസം കുറവുള്ളവരോട് ഞാനിങ്ങനെ പറയും, ഇങ്ങനെ ഉണ്ട്, ജീസസ് ഉണ്ട്, മാതാവുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ ഒത്തിരി രീതിയിൽ വളരാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ചയാണ് ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി ബ്രെഡ് അതെല്ലാ ദിവസവും കാണും, ഷെയർ ചെയ്യും. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ, ഏത് സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടാലും അതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ സാക്ഷ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ ആ വ്യക്തികൾക്ക് അത് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ അല്ലാതെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഹസ്ബൻഡ് ഞാൻ വചനങ്ങളൊക്കെ എല്ലാവർക്കും ഡെയിലി മോർണിംഗിൽ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. പിന്നെ കാണുന്നവരോടൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെയാണ് നമ്മൾ വന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഉണ്ടായത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. അമ്മേ മാതാവേ, എനിക്കറിയത്തില്ല, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ആൾക്കാരെ കയറി നിന്ന് ഇങ്ങനെ അമ്മേനെ ഈശോയ്ക്ക് തിരുമാറിണ്ടും ഇങ്ങനെ മഹത്വം പറയാൻ പറ്റിയതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രതിഷ്ഠിക്കുന്ന സാക്ഷിയൊക്കെ ഞങ്ങളെ ഉയർത്തിയതിനും എല്ലാത്തിനും നന്ദി പറയുന്നു അമ്മേ. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി പുതുക്കുകയും ചെയ്ത് ഇനി ആ ഉടമ്പടിയിൽ ജീവിക്കാനും മുന്നോട്ട് പോകാനുമുള്ള അനുഗ്രഹം എല്ലാം അമ്മേ മാതാവേ ഞങ്ങൾക്ക് തന്നേക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനങ്ങൾ 22-24. പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചു വെച്ചില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. മീര ജോബിൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ ഒത്തിരി സന്തോഷത്തോടും നന്ദിയോടും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് നമ്മുടെ വലിയ ജീവിത വിഷയങ്ങളെ ഒരു പരിഹാരമില്ലാത്തത്, വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്തത്, ലോകത്തിന് പരിഹരിച്ചു തരുവാനാവാത്തത്, കൂടെ നിൽക്കുന്നവർക്ക് യാതൊരു തരത്തിലും സഹായിക്കുവാനാവാത്തത്, ആ മേഖലകളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉടമ്പടി പൂർണ്ണ വിശ്വാസത്തോടെ ശരണത്തോടെ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ അമ്മ ആ വിഷയം ഏറ്റെടുക്കുകയും സമയച്ചുരുക്കത്തിൽ അത്ഭുതകരമായി ജീവിത മേഖലകളിൽ അനുഗ്രഹം ചൊരിയുന്നത് കാണുവാൻ സാധിക്കുകയും ചെയ്യും. അതാണ് മകൾ പറഞ്ഞത്. ലൂക്ക 1:25 മനുഷ്യർക്കിടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ ദൈവം എന്നെ സഹായിച്ചുവെന്ന്. 1:37 മകൾ ആവർത്തിച്ചു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന്. ആ വചനത്തിലൂടെ തന്നെ തൻ്റെ ജീവിതത്തെ അമ്മമാതാവിന് കൊടുത്തുകൊണ്ട് ഉദരബലത്തിന് വേണ്ടി കാത്തിരുന്ന് ആഗ്രഹിക്കുകയും കുഞ്ഞുങ്ങളെ ലഭിച്ച സാക്ഷ്യങ്ങൾ ആവർത്തിച്ച് കേട്ടുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളെ നൽകുവാനാകുമെങ്കിൽ അമ്മയുടെ കരങ്ങളിലിരിക്കുന്ന ഉണ്ണിയേശുവിനെ പോലെ
എൻ്റെ കുടുംബത്തിൽ എൻ്റെ കരങ്ങളിലേക്ക് മറ്റൊരു ഉണ്ണിയെ നൽകുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന പ്രത്യാശയാണ് ഈ കുടുംബത്തിന് ഈ സന്താന സൗഭാഗ്യത്തിലൂടെ അമ്മ നൽകിയ അനുഗ്രഹമെന്ന് ഇവർ ഇരുവരും സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ മകൾ ഓസ്കി എക്സാം പാസ്സായത്, സഹോദരന് ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിച്ചത്, അതുപോലെ വീട് വളരെ സമയച്ചുരുക്കത്തിൽ 3 മാസത്തിനുള്ള ഉടമ്പടിയെടുത്ത് 3 മാസത്തിനുള്ളിൽ വാങ്ങുവാൻ സാധിച്ചത്, ഒന്നിനു പുറകെ ഒന്നായി അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗങ്ങൾ കൊടുക്കുമ്പോൾ അമ്മ ഏറ്റെടുക്കുന്നു, അനുവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ പങ്കുവച്ചത്. ഇവർക്ക് ലഭിച്ച വലിയ സന്തോഷങ്ങൾക്ക്, ദൈവാനുഗ്രഹങ്ങൾക്ക്, പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി മക്കളെ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.